ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാൻ പോവുകയാണ്. എന്താണ് ഇതിന്റെ ഉറപ്പാണോ? വരുമോ? ലാലേട്ടൻ തന്നെ ആയിരിക്കുമോ? പ്രൊമോ എപ്പോൾ വരും? ലോഗോ എപ്പോൾ വരും? എപ്പോഴായിരിക്കും സ്റ്റാർട്ടിംഗ് ഡേറ്റ്? പ്രൊഡിക്ഷൻസിൽ ആരൊക്കെയുണ്ട്? അതൊക്കെ പറയാൻ ഇനിയും സമയങ്ങൾ ഒത്തിരി കിടപ്പുണ്ട്. എന്തായാലും സീസൺ 8 ഒഫീഷ്യലി കൺഫേംഡ് ആണോ? അതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പം ഒരു ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സാക്ഷാൽ ബിഗ് ബോസ് തന്നെയാണ്. എന്നാൽ ആ പോസ്റ്റിനകത്ത് നിന്ന് കമന്റ് സെക്ഷനിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ കുറേ ആൾക്കാർക്ക് കുറേ ഡൗട്ടുകളുണ്ട്. എന്താന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ അതിനെക്കുറിച്ചും ഞാൻ പറയാം. സ്പ്ലിറ്റ്സ് വില്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്പ്ലിറ്റ്സ് വില്ലേനെ കുറിച്ചും പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3 മാസം മുന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നത് മലയാളം ബിഗ് ബോസ് ഇനി എപ്പോഴുണ്ടാകും എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ ടൈം എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആയിരിക്കും. കഴിഞ്ഞ സീസണിൻ്റെ അതേ ടൈമിലൊക്കെ ആവാം ഈ സീസണും. ആ ടൈമിൽ തന്നെ ആവാനും ആണ് ചാൻസ് കേട്ടോ. എന്തായിരുന്നാലും അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഒരു പോസ്റ്റ് രഘുരാജ് ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ. അത് ഇന്നലെ രാത്രിയാണ് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ പാതിരാത്രി വീഡിയോ ഇടണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാവരുടെയും റെസ്യൂംസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പോസ്റ്റുകൾ ബിലോ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മെയിൽ ഐ ഡിയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ വേക്കൻസി ഓപ്പണിങ്സ് ആണ് കാണിക്കുന്നത്. അതായത് തമിഴ് ബിഗ് ബോസിലേക്കും ഉണ്ട്, നമ്മുടെ മലയാളം ബിഗ് ബോസിലേക്കും ഉണ്ട്. മലയാളം ബിഗ് ബോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എഡിറ്റേഴ്സിന് ആവശ്യമുണ്ട്, പ്രൊഡക്ഷൻ മാനേജർ, കണ്ടസ്റ്റൻറ്റ് മാനേജർ, ഡെയിലി പ്രൊഡ്യൂസർ, ടാസ്ക് ടീം, ലോഗർ ടീം, സ്റ്റോറി പ്രൊഡ്യൂസർ, ക്രിയേറ്റീവ് ടീം, റൈറ്റർ, എവിക്ഷൻ ടീം എന്ന തസ്തികകളിലേക്കൊക്കെയാണ് കൈൻഡ്ലി മെയിൽ യുവർ റെസ്യൂം എന്ന് പറഞ്ഞിട്ട് ESI.south@endamolshine.co.in എന്ന് പറഞ്ഞ മെയിലിലേക്ക് നിങ്ങൾ മെയിൽ അയക്കണം, നിങ്ങളുടെ റെസ്യൂംസ് അയക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തമിഴ് ബിഗ് ബോസിലേക്കും ഇതേ സെയിം കാറ്റഗറി ആയിട്ടുള്ളതിലേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണൊരു മലയാളം ബിഗ് ബോസിൻ്റെ ഒരു തുടക്കം കുറിക്കൽ പോലെയാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൾക്കാർ കുറേ ഡൗട്ടുകൾ കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ട്. അതായത് എന്തിനാണ് പുതിയ എന്തിനാണ് പുതിയ ടീം എന്നൊക്കെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ചില തസ്തികളെ കുറിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അതെന്താ സ്റ്റോറി പ്രൊഡ്യൂസറോ അതെന്താണ്, റൈറ്ററോ അതെന്തിനാണ്, ബിഗ് ബോസിലേക്ക് റൈറ്റർ എന്തിനാണ്, സ്ക്രിപ്റ്റ് ഉണ്ടാവണമെന്നൊക്കെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഇത് പറയുന്നത് ഇതെന്തൊക്കെയാണ് ചില പോസ്റ്റുകളുടെ കാര്യങ്ങൾ, ഇതിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നും കൂടെ ഉള്ളത് ഒന്ന് വിശദീകരിച്ചിരുന്നുവെങ്കിൽ സാധാരണ ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി അതിന് കിട്ടിയേനെ. കാര്യം ഈ സ്റ്റോറി പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുമ്പം പെട്ടെന്ന് എല്ലാവർക്കും അയ്യോ സ്റ്റോറി പ്രൊഡ്യൂസർ, എന്ത് സ്റ്റോറി, നമ്മൾ സ്റ്റോറിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് വരും. അപ്പം അതിൽ റെസ്യൂം അയക്കുന്നത് എങ്ങനെയെന്നൊക്കെയുള്ള ഒരു ഡൗട്ടുകൾ വരും. അതേപോലെ തന്നെ റൈറ്റർ, എന്ത് റൈറ്റ് ചെയ്യണം, നമ്മൾ ബിഗ് ബോസിനകത്ത് എന്ത് എഴുതി കൊടുക്കണോ, കഥ എഴുതി കൊടുക്കണോ അവർക്ക് പെർഫോം ചെയ്യാൻ, അതൊന്നുമല്ല. എന്തായാലും അതിനൊക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനൊരു ക്ലാരിറ്റി കൊടുത്തിരുന്നെങ്കിൽ ഇവർക്കൊക്കെ അപ്ലൈ ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമായിരുന്നു. ഓക്കെ അല്ലേ? അപ്പം അങ്ങനത്തെ ഡൗട്ടുകളൊക്കെയാണ് കമൻറ്റ് സെക്ഷനിലുള്ളത്. എന്തിനാണ് പുതിയ ടീം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഒരു പുതിയ തുടക്കമായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. സീസൺ 8 ഒഫീഷ്യലി നമുക്ക് കൺഫേംഡ് ആണെന്ന് തന്നെ പറയാം, ഉണ്ടാവുമല്ലോ. പിന്നെ പ്രൊമോ, ലോഗോ അതെപ്പോഴാണ്, ഇതൊക്കെ ഒരു ടീമായി സെറ്റായ ശേഷം ഇവർ തീരുമാനിക്കും എന്ത് തീമാണ് നമുക്ക് ഇപ്രാവശ്യം വേണ്ടത്, നമുക്ക് എങ്ങനെയാണ് ബിഗ് ബോസ് നടത്തേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനത്തെ ആൾക്കാരെയാണ് നമുക്ക് ഇതിനകത്ത് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വേണ്ടത്, ഇങ്ങനെയുള്ള ഡിസ്കഷനൊക്കെ നടക്കുമായിരിക്കും. എന്നിട്ട് ഈ നടക്കുന്ന ഡിസ്കഷനിൽ നിന്ന് എല്ലാം ഇതാക്കിയിട്ട് ഒരു തീം ബേസ് ചെയ്തിട്ട് നമുക്ക് ലോഗോവിന് വേണ്ടി കൊടുക്കും. എന്നിട്ട് ലോഗോ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ അവിടെ നിന്ന് ലോഗോ ഡിസൈൻ ചെയ്യും. ലോഗോയിൽ നിന്ന് അത് കഴിഞ്ഞ് പ്രൊമോ അതിൻ്റെ തീം അത് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ടാവും. അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് അതിൻ്റെ ഷൂട്ട് ആരംഭിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി കുറച്ച് സമയം ഉണ്ടാവും. ഇപ്പോഴിതായിപ്പം മെയ് ആയതല്ലേ ഉള്ളൂ, മെയ് പകുതി ആവാൻ പോകുന്നേ ഉള്ളൂ. ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ലോഗോയും പ്രൊമോയും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരും. എനിക്ക് തോന്നുന്നു ഒരു ജൂലൈ ഓഗസ്റ്റ് ആ ടൈമിലായിരിക്കാം ഇപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാൻ പോകുന്നത്. കഴിഞ്ഞ അതേ ഒരു ടൈമിൽ തന്നെ ആയിരിക്കാം. ഓണവും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഇടയിൽ തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഇതാണ് എനിക്ക് ബിഗ് ബോസ്. അപ്പോൾ ഇതാണ് സംഭവം. രഘുരാജൻ്റെ പോസ്റ്റ് പോയി നോക്കിയാൽ മതി നിങ്ങൾ, ഞാൻ സ്റ്റോറിയിൽ ഇടാം. അപ്പോൾ ഇതാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 കുറിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ എന്തൊക്കെയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായി കണ്ടിട്ട്. ബിഗ് ബോസിന് ഞാൻ ഷോർട്സാണ് ഇടുന്നത്. നമ്മളിപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന് മുന്നേ ഉള്ള. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചെറിയ ഒരു വീഡിയോ ഇടാം കേട്ടോ, മൊത്തത്തിലുള്ള ഒരു വിവരണമായിട്ട്. ബിഗ് ബോസ്
മല്ലൂലൊരു വീഡിയോ ഇടാം. ഞാൻ അല്ലാതെ രേവതി 2.0 വ്ളോഗായിട്ട് ഇടുന്നുണ്ട്, വലിയ വ്ളോഗായിട്ട് ഇടുന്നുണ്ട്, ചെറിയ ഷോർട്സ് ആയിട്ട് നമ്മുടെ ബിഗ് ബോസ് മല്ലൂൽ ഇടുന്നുണ്ട്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ സ്പ്ലിറ്റ്സ് വില്ലയെ കുറിച്ചിട്ട്. അപ്പോൾ എന്തായിരുന്നാലും സ്പ്ലിറ്റ്സ് വില്ല എനിക്കൊന്ന് ഇതുവരെ നടന്ന എല്ലാ സീസണിലും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ ഒരു സീസണാണ് ഈ സീസൺ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ. അപ്പോൾ എന്തായിരുന്നാലും സ്പ്ലിറ്റ്സ് വില്ല ഭയങ്കര TRP ഒക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ സ്പ്ലിറ്റ്സ് വില്ലയെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഏകദേശം എനിക്കൊന്ന് മലയാളീസ് വരെ കാണാൻ തുടങ്ങിയ ഒരു സീസണാണ്. എന്തായാലും ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. കാര്യം ഇത്രയും വലിയൊരു സീസൺ എൻ്റെ പൊന്നെ തീരുന്ന പോലും ഇല്ലായിരുന്നു. ഫൈനലി അതിൻ്റെ സെമി ഫിനാലെ വരുന്നുണ്ട്. ഓൾറെഡി ഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത്തവണ ഏറ്റവും വലിയ സീസൺസ് ആയിരുന്നു. വലിയ 2 മണിക്കൂർ നീണ്ട എപ്പിസോഡുകളൊക്കെയാണ്. പിന്നെ ഈ സ്പ്ലിറ്റ്സ് വില്ലയുടെ ബേസ് എന്ന് പറയുന്നത് ലവ് കോംബോയാണ്. അതായത് കണക്ഷൻസ് വെച്ചിട്ടുള്ള ഗെയിമാണ് സ്പ്ലിറ്റ്സ് വില്ലയുടെ തീം എന്ന് പറയുന്നത്. പക്ഷേ ഈ സീസണിൽ ആദ്യമായിട്ടാണ് എനിക്കത് സ്പ്ലിറ്റ്സ് വില്ലയായിട്ട് തോന്നാത്തിരുന്നത്. എനിക്ക് ബിഗ് ബോസ് പോലെയാണ് ഫീൽ ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബിഗ് ബോസിൻ്റെ പോലെയാണ് ആൾക്കാർ ഗെയിം കളിക്കാനാണ് വന്നത്, കണക്ഷൻ കളിക്കാനല്ല വന്നത്, ഗെയിം കളിക്കാനാണ്. ഇവരുടെ ഈ ലൗഡനിലൊക്കെ പോകുമ്പോൾ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യും. കാര്യം എനിക്കറിയാം ഇത് റിയൽ അല്ല എന്നുള്ളത്. ഇവരുടെ കണക്ഷനും റിയൽ അല്ല, പിന്നെ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ കണക്ഷൻസ് എല്ലാം മിക്കതും ഒരു ഗെയിമിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് പലതും തെളിയിക്കുന്നുണ്ട്. പുറത്തതാ കണ്ടില്ല, എല്ലാവരും ബ്രേക്കപ്പ് ആവുന്നു, അൺഫോളോ ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ എല്ലാം ഗെയിമിൻ്റെ ഒരു റിയാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു എക്സ്പോസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ഈ സീസണിലെ സ്പ്ലിറ്റ്സ് വില്ല. പിന്നെ മേക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ ഇത്തവണ ആദ്യമായിട്ട് മേക്കേഴ്സ് ഭയങ്കര കളിയൊക്കെ കളിച്ചിട്ടുണ്ട്. അതായത് ഓൾറെഡി സ്പ്ലിറ്റ്സ് വില്ല നമ്മൾ ഇവരൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലൈവല്ല, ഷൂട്ട് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം സ്പ്ലിറ്റ്സ് വില്ലയുടെ കണ്ടസ്റ്റൻസ് ഒക്കെ പുറത്തുണ്ട്. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ളത്, ആർക്കാണ് ട്രെൻഡിങ് ആയിട്ടുള്ളത്, അവരെ ഇതായിട്ടുള്ള രീതിയിലാണ് എഡിറ്റിങ്ങും ഒക്കെ നടന്നിട്ടുള്ളത്. അത് ഭയങ്കര കളി തന്നെയാണ്. പക്ഷെ നല്ല രീതിയിൽ സ്പ്ലിറ്റ്സ് വില്ല ഇപ്രാവശ്യം കളിച്ചിട്ടുണ്ട്. മിസ്ചീഫ് മേക്കേഴ്സും ഒക്കെ ഒരുപാട് ഗെയിമായിരുന്നു. അൺപ്രഡിക്റ്റഡ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സുകൾ. എനിക്ക് ഡോം സെഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട്. അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത്. പ്രത്യേകിച്ചും യോഗേഷും ഗുല്ലു, ഇവർ രണ്ടുപേരും റോഡീസിലെ ആൾക്കാരാണ്. ഗുല്ലു വിന്നറാണ് റോഡീസിലെ. സോ ഇവർ രണ്ടുപേരും 2 ഗ്രൂപ്പ് ഉണ്ടാക്കി തന്നെയാണ് ഇപ്പോൾ കളിക്കുന്നത്. ആ 2 ഗ്രൂപ്പ് എൻ്റെ നേതാക്കന്മാരായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ആദ്യമൊക്കെ കുറേ ആൾക്കാർ ഇഷ്ടം ഉണ്ടായിരുന്നു, പിന്നെ അവരോടുള്ള ഇഷ്ടം കുറഞ്ഞു വന്നു. ചില ആൾക്കാരോട് ആദ്യം ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അവരോട് ഇഷ്ടം കൂടി വന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു സീസണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചില ആകാംക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര വിചാരിക്കുന്നതിൽ കാട്ടിയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫാൻ ഫോളോയിങ് ആണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയതൊന്നുമല്ല, പുള്ളിക്കാരിക്ക് ആ സമയത്ത് ഭയങ്കര വിഷമവും ആൾക്കാർക്കൊക്കെ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായി, ഫാൻസിനൊക്കെ. ആ രീതിയിൽ ആകാംക്ഷയ്ക്ക് ഭയങ്കര 2-3 മില്യണിലേക്കൊക്കെ അടുക്കുകയാണ് ഇൻസ്റ്റയിലെ ഫോളോവേഴ്സ്. അപ്പോൾ ഞാൻ ആലോചിക്കും, എനിക്ക് 3 മില്യനൊക്കെ അടുക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടി ഇവിടെ എന്താ കളിച്ചത്? ഒന്നും കളിച്ചിട്ടില്ല. യോഗേഷ് പുള്ളിക്കാരിയെ വേണ്ടാന്ന് വെച്ച് സ്വന്തം പഴയ ഗേൾ ഫ്രണ്ടിൻ്റെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പഴയ ഗേൾ ഫ്രണ്ട് വന്നു, പുള്ളിക്കാരിയെ സ്വീകരിച്ചു, ഈ പുള്ളിക്കാരിനെ അങ്ങ് തഴഞ്ഞു. അപ്പോൾ ആ ഉണ്ടായ സിമ്പതിയിലാണ് ഇത്ര മാത്രം ഫാൻ ഫോളോയിങ് വന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഏറ്റവും വലിയ കാർഡെന്ന് പറയുന്നത് അത് സിമ്പതി കാർഡാണ്. അത് മനസ്സിലാക്കുക. ആ കാർഡിൽ നമുക്ക് അത്രമാത്രം ആൾക്കാരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും, സിമ്പതി കാർഡ്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ബാക്ക് ഫെയർ ചെയ്യുവേ, തിരിച്ചടിക്കും. നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ചടിക്കും. അതാണ് അതിനൊരു നിലനിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് കുറച്ച് കലാപരമായിട്ടും കുറച്ച് നമ്മളിൽ നിന്നും കുറച്ച് കോൺട്രിബ്യൂഷനൊക്കെ വന്ന് നല്ല രീതിയിൽ പിടിച്ചു നിൽക്കണം. അല്ലെങ്കിൽ എത്ര നാൾ ഈ സിമ്പതിയും വെച്ചുകൊണ്ടിരിക്കും. കാലം കഴിയും തോറും അതൊക്കെ ആൾക്കാർ മറക്കില്ലേ? പക്ഷെ മറക്കത്തില്ല. ആകാംക്ഷ, യോഗേഷ്, ഗുല്ലു, രൂരു ഇവരെല്ലാവരും മിക്കവാറും ബിഗ് ബോസ് ഹിന്ദിയിലേക്ക് വരാനാണ് ചാൻസ്. ഈ കഥ അവിടെ കണ്ടിന്യൂ ചെയ്യും. അപ്പം അതാണ്. അപ്പോൾ പുറത്ത് വേറൊരു സ്പ്ലിറ്റ്സ് വില്ല നടക്കുന്നു, അകത്ത് വേറൊരു സ്പ്ലിറ്റ്സ് വില്ല നടക്കുന്നു. അങ്ങനെയാണ് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഇഷ്ടപ്പെടാത്ത ആൾക്കാരോടൊക്കെ ഇപ്പം നമുക്ക് പല രീതിയിൽ ഇഷ്ടം തോന്നും. കാര്യം അവർക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്, അവരുടേതായിട്ടുള്ള കണ്ടന്റ് എടുത്തിട്ടുണ്ട്. അവർ സ്ട്രാറ്റജി ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും. മറ്റുള്ളവർ സ്ട്രാറ്റജി, ഫാൻസ് കൂടുതലുള്ളവർ എന്ത് ചെയ്താലും അത് നല്ലത്, ഫാൻസ് കുറഞ്ഞവർ എന്ത് ചെയ്താലും അത് തെറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. ഈ മോഹിത്തൊക്കെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞില്ലേ, ഇതൊക്കെ ഈ ഇൻസ്റ്റയിൽ കാണിക്കുന്ന കുറേ ഈ ഫാൻസിനെ കുറേ ഫൂളാക്കാൻ വേണ്ടിയിട്ട് കുറേ കാണിക്കുന്ന കുറേ സ്റ്റൺസ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കുറേ കഴിയുമ്പം അവരവരുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്ത് പോകാൻ നോക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം കുറേ കഴിയുമ്പോൾ തീരും. നമ്മുടെ മലയാളം ബിഗ് ബോസിലൊക്കെ എന്തോരം ഫാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ പാവം തോന്നും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ചിലവരൊക്കെ കോമാളികളെ പോലെ ആയിട്ടുണ്ട്. സത്യമായിട്ടും കഷ്ടം തോന്നും. ചിലതൊക്കെ ഫുൾ നെഗറ്റീവാണ്. ആദ്യമൊക്കെ ഇവരെ ആ പേര് പോലും പറയാൻ പാടില്ല. അപ്പോൾ പ്രശ്നമായിരുന്നു. ഇപ്പോൾ അതാ കണ്ടില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയാണ്, ഉയരാനും താഴാനും ഒക്കെ നിമിഷങ്ങൾ മതി. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമല്ല. നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്ത് പോകാൻ നോക്കുക. അത്രയേ ഉള്ളൂ. എത്രയൊക്കെ നമുക്ക് റീച്ച് ഉണ്ടെങ്കിലും അതിന് എപ്പോൾ വേണമെങ്കിലും ഫ്ലക്ച്വേഷൻ സംഭവിക്കാം. അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെയാണ്
ആ സ്പ്ലിറ്റ്സ്വില്ലയുടെ ഒരു എന്തായാലും സ്പ്ലിറ്റ്സ്വില്ല തീരാൻ പോവുകയാണ്. തീരേണ്ട താമസം അടുത്തത് വരും. ഹിന്ദിയിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു യോഗം ഉണ്ടല്ലോ, ഓരോന്ന് കഴിയുന്നത് ഓരോ റിയാലിറ്റി ഷോ വരും. നമുക്കിവിടെ ഒരു ബിഗ് ബോസും ഉണ്ട്, അത് മറ്റിങ്ങനെ ഇരിക്കും. അടുത്ത ബിഗ് ബോസ് എപ്പോഴാന്നും പറഞ്ഞല്ലേ. സത്യമായിട്ടും ഇപ്പൊ ഈ നവംബറിൽ കഴിഞ്ഞതേ ഉള്ളൂ, എന്നാലും എന്തോന്നോ ഒന്നും നടക്കാത്ത പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ആ രീതിയിലുള്ള ഒരു ഫാൻസിനല്ല, നമുക്ക് പൊതുവെ ബിഗ് ബോസ് ഫാൻസിന് ഒന്നും, അത് ജനുവരി ആയപ്പോൾ തന്നെ ചോദിക്കാൻ തുടങ്ങിയില്ല, അയ്യോ ബിഗ് ബോസ് എവിടെ ഇല്ലേ ചേച്ചി ഇല്ലേ. അത് സത്യം പറഞ്ഞാൽ ഞാനപ്പോൾ പറയണം കഴിഞ്ഞിട്ട് 2 മാസമല്ലേ ആയുള്ളൂ, അല്ല എന്തോ ഒരു ശൂന്യത പോലെയെന്ന്. പക്ഷെ ഹിന്ദിയിൽ അങ്ങനെയല്ല. ഹിന്ദി ബിഗ് ബോസ് കഴിഞ്ഞ പാട് തന്നെ 50 റിയാലിറ്റി ഷോ, 50 കഴിയുന്ന പാട് തന്നെ ഖത്രോക്കി ഖിലാഡി, അപ്പോഴത്തേക്കും സ്പ്ലിറ്റ്സ്വില്ല വരുന്നു, അപ്പോഴത്തേക്കും ട്രേറ്റർ വരുന്നു, അപ്പോഴത്തേക്കും പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നായിട്ട് ഇങ്ങനെ അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു റിയാലിറ്റി ഷോ ഉണ്ടാവും കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പാവം ഈ ബിഗ് ബോസ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 ഇങ്ങനെ തുടങ്ങാനുള്ള പരിപാടിയിലാണ്. ചർച്ചകളൊക്കെ തുടങ്ങാം, അവരൊരു ടീം രൂപീകരിച്ച്, അതൊക്കെ ഇനി സമയമെടുക്കും. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചിട്ടുള്ളതൊക്കെ ഇനി പതുക്കെ വരുള്ളൂ. ഇനിയിപ്പോൾ ഒരുപാട് വരാൻ പോകുന്നു, ഇപ്പം വരും അങ്ങനെയൊന്നുമില്ല. പതുക്കെ എല്ലാവരും വരുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.